സേഫ്റ്റി ഗാർഡാണ്. ശരിക്കും ഗേറ്റ് വീണിട്ട് അപകടങ്ങൾ ഇപ്പോൾ ഒരുപാട് സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ഗാർഡ് കൊടുത്തിട്ടുള്ളതാണ്. ഞാനൊന്നും കൂടെ പരിചയപ്പെടുന്നത് നമുക്ക് സ്ലൈഡിങ് ഗേറ്റ് ആണ്. ഗേറ്റ് പല രൂപത്തിലുള്ള ഇതിൽ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള HPL ഷീറ്റാണ്. HPL ഷീറ്റ് 6 mm തിക്നെസ്സിലെ HPL ഷീറ്റ് 10 year വാറന്റി ഉള്ളതാണ്. പിന്നെ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏരിയ വൈസ് ആയിട്ട്, അതുപോലെ കടലിന്റെ സൈഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ GIന്റെ മെറ്റീരിയൽ ഉപയോഗിക്കുക. GP MS അങ്ങനെ പല ഐറ്റംസ് വരുന്നുണ്ട്. അത് നമ്മൾ ഇതിന്റെ ഫ്രെയിം ഫുള്ളായിട്ട് ഇവിടെ അടിച്ചിട്ടുള്ളത് GI മെറ്റീരിയലാണ്. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗേറ്റിന്റെ മുകളിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനങ്ങൾ കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ആംഗിളിനകത്ത് പിന്നെ നമ്മൾ ബാരിങ് കൊടുത്തിട്ടാണ് ഇത് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇത് സേഫ്റ്റി ഗാർഡാണ്. ശരിക്കും ഗേറ്റ് വീണിട്ട് അപകടങ്ങൾ ഇപ്പോൾ ഒരുപാട് സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ഗാർഡ് കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നമ്മൾ എവിടുന്ന് ഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആരുടെ നിങ്ങൾ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഇതിന്റെ വീല് നിങ്ങൾക്ക് അടിയിൽ ഗ്യാപ്പ് കാണാൻ പറ്റില്ല. അലുമിനിയം നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റീലിന്റെ റെയിലാണ് കൊടുത്തിട്ട്, അത് റൗണ്ടാണ്. അതുപോലെ ഇതിന്റെ വീല് അടിയിൽ കണ്ടില്ല, ഗ്യാപ്പില്ല. അപ്പോൾ അത് പിന്നെ ഇൻസൈഡിൽ കൺസീൽഡ് ആയിട്ട് വരുന്ന വീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഗേറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഗാർഡ് എപ്പോഴും വെക്കുക. അതുപോലെ ഇത് 10 year വാറന്റി ഉള്ള HPL ഷീറ്റാണ്. പിന്നെ റിവീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ കളറിൽ തന്നെ, ഇതിന്റെ ഇൻസൈഡിൽ വരുന്നുണ്ടല്ലോ, അത് ഇതേ കളറിൽ തന്നെ ഉള്ളതായിരിക്കണം. നമ്മൾ HPL ഷീറ്റിന്റെ അതേ കളറിലുള്ളതായിരിക്കണം. ഓക്കെ.